ഇതാ പിന്നെ ഞാൻ കവർ വെച്ചിട്ട് ജേർണൽ ചെയ്യാൻ പോവാട്ടോ. ഇതിൻ്റെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഈ പാക്കറ്റ്. പക്ഷേ എനിക്ക് ഈ ഒരു ഒന്ന് മതി. ഈ 2 പേജിലും കൂടി ഒരു പാക്ക് തന്നെ കൊള്ളും. കാരണം അത്യാവശ്യം വലിപ്പമുള്ള പാക്കല്ലേ. അത്യാവശ്യം വലിപ്പമുള്ള ചിത്രമാണ്, അതേമാതിരി അത്യാവശ്യം വലിപ്പമുള്ള എഴുത്തുമാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഇത് കൊള്ളും. ഇതന്നെ മതി. ഈ പാക്കൊക്കെ കുറച്ച് ദിവസമായിട്ട് അവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് അന്നൊന്നും ഈ ജേർണൽ ചെയ്യാനുള്ളൊരു ബുദ്ധിയൊന്നും തോന്നിയിട്ടില്ല ഇത് വെച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ആ ഗുഡ് ഡേൻ്റെതും അതേമാതിരി ഡയറി മിൽക്കിൻ്റെതും അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതും കൂടി അങ്ങനെ ഒട്ടിക്കാമെന്ന് എനിക്ക് തോന്നി. ഗുഡ് ഡേൻ്റെ ആ ഒരു ജേർണൽ കണ്ടില്ലെങ്കിൽ നിങ്ങൾ കണ്ടോക്കണം കേട്ടോ. ഇതിൻ്റെ അടിയിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഗുഡ് ഡേൻ്റെ ജേർണൽ ഇതപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അത്യാവശ്യം വലിപ്പമുള്ള അല്ലെങ്കിൽ അത്യാവശ്യം ചിത്രമൊക്കെ ഉള്ള ഒരു പാക്ക് വരികയാണെങ്കിൽ ഞാനിങ്ങനെ 2 പേജിലായിട്ട് ഇങ്ങനെ ഒട്ടിക്കുകയാണ്. ഭാഗ്യത്തിന് ഞാൻ കവറൊക്കെ ഇങ്ങനെ തിരഞ്ഞു നോക്കിയപ്പോഴാണ് ഈ ഒരു കവറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ ഞാനിങ്ങനെ ജേർണൽ ചെയ്യാമെന്ന് വിചാരിച്ച്. കവർ കിട്ടിയപ്പോൾ ആണെങ്കിൽ രണ്ടും വലിയ കവർ. അപ്പോൾ ഏതെങ്കിലും ഒന്നെടുത്താലല്ലേ പറ്റുള്ളൂ. ഈ ഒന്നെടുത്തിട്ട് തന്നെ ഈ 2 പേജിൽ നല്ലോണം കൊണ്ടിട്ടുണ്ട്. പിന്നെ മറ്റേം കൂടി എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പോൾ ഇത് വെച്ച് തന്നെ ഇങ്ങനെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത്. പിന്നെ ഈ ഒരു ജേർണൽ ചെയ്യുന്നവരോട് പറയണേ, ഇങ്ങനെ കുറേ ഇങ്ങനത്തെ ഒക്കെ കവറാണെങ്കിൽ കുറേ വെട്ടാനും അതേമാതിരി കുറേ വേസ്റ്റൊക്കെ ഉണ്ടാവും. ബാക്കിയുള്ള പേപ്പർ കട്ട് ചെയ്ത് വേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ ഒരു ജേർണൽ ചെയ്താൽ മതി കേട്ടോ. ഇനി ഇങ്ങനത്തെ ഒരു കവർ വെച്ചിട്ടുള്ള ജേർണൽ പ്രതീക്ഷിക്കാം കേട്ടോ. ഞാൻ കുറേ കവറൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചുള്ള ജേർണൽ ഏതായാലും ഞാൻ ഇടും. അപ്പോൾ അതാ ഈ ഒരു ചാനൽ തീരാനായിട്ടുണ്ട്. ഇങ്ങനത്തെ ഓരോ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ.